നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പെട്ടെന്ന് സോറി, നിനക്ക് ഇത്രയും വിഷമമുണ്ടാവും ഞാൻ കരുതിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നീ ഇപ്പൊ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എല്ലാത്തിന്റെ അവസാനം ഇവിടെ ആരും ജീവനോട് അവസാനിക്കരുത്. ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ വരണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. എനിക്കത്രേ ഉള്ളൂ. അതിനുവേണ്ടി നിനക്ക് എന്തും ചെയ്യാം. വിവാഹമെങ്കിൽ വിവാഹം നിന്റെ ഇഷ്ടം പോലെ തന്നെ, നിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. നിന്നെ അവിടെ എല്ലാവരും കാത്തിരിക്കുക. എന്താന്നറിയില്ല. നീ അങ്ങോട്ട് വാ. അങ്ങനെ അതും പോയി. താൻ ഇത്രയും തമാശ പറയുന്ന അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ അതിനുള്ള അവസരം കിട്ടിയത്. ഇത്രയും നാളും ഞാൻ വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നല്ലോ. ഇതിപ്പോ ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ആയില്ലേ? പോലെ എന്നല്ല, ധനുഷ് ഈ കുടുംബത്തിലെ അംഗം തന്നെയാ. പലപ്പോഴും ധനുഷിന് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നമുക്കിത് ഉടനെ നടത്താനുള്ള ഏർപ്പാടുണ്ടാക്കണം. എന്താ സച്ചി? അച്ഛനും ഏട്ടനും എല്ലാം തീരുമാനിച്ചാൽ മതി. അത് തന്നെ എന്റെ തീരുമാനം. ധനുഷിന്റെ അഭിപ്രായം പറയും, കേക്കട്ടെ. നിങ്ങൾ എപ്പോ തീരുമാനിച്ചാലും ഞാൻ റെഡിയാ. ധനുഷിന്റെ വീട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞോ? അവർക്കാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ? ഹേയ്, എന്റെ വീട്ടിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. ഞാനിത് പറഞ്ഞപ്പോ മുതല് അവർക്ക് സന്തോഷാ. അവരുടെ സമ്മതം കൂടി എല്ലാവരും അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. ധനുഷ് അച്ഛനോടും അമ്മയോടും സഹോദരിയോടും ഒക്കെ ഇതുവരെ ഒന്ന് വരാൻ പറയണം. നമുക്കിത് സംസാരിച്ചുറപ്പിക്കാം. എന്താ അച്ഛാ? അതെ, അവരോടൊന്ന് ഇവിടം വരെ വരാൻ പറയും. എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. എല്ലാവരോടും നാളെ തന്നെ വരാൻ പറയട്ടെ. അയ്യോ, ഇനി അധികം നീട്ടണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചതാ. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നാളെ തന്നെ വരാൻ പറയും. അല്ലെങ്കിൽ തന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? ധനുഷ് ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വിളിച്ച് നാളെ വരാൻ സൗകര്യം കാണുമെന്ന് ചോദിക്കും. അയ്യോ, അവർക്കൊരു കുഴപ്പം കാണില്ല. ഞാനെപ്പോ പറഞ്ഞാലോ അവര് വരും. ഇതറിഞ്ഞപ്പോ മുതല് അവര് ഭയങ്കര സന്തോഷത്തിലാ. നാളെ തന്നെ ഞാൻ വരാൻ പറയാം. ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് ഈ കാര്യം അറിയിക്കാം. എന്താ, നാളെ നമ്മുടെ ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഒന്നിനും ഒരു കുറവും വരരുത്. ശരി അച്ഛാ. അച്ഛനോട് ഇവിടെ ഉള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താ കള്ളക്കാമുകനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടാണോ നിങ്ങൾ പകരം തീർക്കുന്നത്? നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ. നിനക്ക് എന്റെ പ്രതികാരം അറിയാം. അതിലേക്കെത്താൻ ഏതു വഴിയും അവന്തിക സ്വീകരിക്കും. ഏതു വഴിയും.
ധനുഷിനെ കൊണ്ട് സ്നേഹയെ ഞാൻ വിവാഹം കഴിപ്പിക്കും. ധനുഷിന്റെ കുഞ്ഞിനെ ചിലപ്പോ സ്നേഹ പ്രസവിച്ചൊന്നും ഇരിക്കും. അതൊക്കെയാ ഇനി നീ തുടർന്ന് കാണാൻ പോകുന്ന രംഗങ്ങൾ. എന്റെ ഉദ്ദേശം നീ ചോദിച്ചില്ലേ? നേരത്തെ ആയിരുന്നെങ്കിൽ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നെ. ഇനി അത് പറ്റില്ലല്ലോ. അതിലും ഭേദം ഞാനെല്ലാം അർച്ചനയോട് പോയി നേരിട്ട് പറയുന്നതല്ലേ. എന്റെ ആലോചനയും തീരുമാനങ്ങളും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെപ്പോലെ വേഗം മാറ്റാനായിട്ട് അവന്തികയ്ക്ക് പറ്റില്ല. അന്നും ഇന്നും എനിക്ക് ഒരച്ഛനേ ഉള്ളൂ. പേര് വിനയചന്ദ്രൻ. എന്റെ കൺമുന്നിൽ കിടന്ന ആ മനുഷ്യൻ പിടഞ്ഞു മരിച്ചത്. അതിന് കാരണക്കാരാ ഇവിടെ ഉള്ളത്. അവരോടൊക്കെ ഞാൻ ക്ഷമിക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ലാണ്ടിരിക്കണം. എന്റെ പക തീർക്കാനും ഞാൻ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിർത്താനും ചിലപ്പോ മാന്യത വിട്ടും അവന്തികയ്ക്ക് പെരുമാറേണ്ടി വരും. ഇപ്പോഴുള്ള എന്റെ മാന്യതയല്ല എനിക്ക് വലുത്, പിന്നീടുള്ള സന്തോഷം. നീ എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നോണ്ട് നിന്നോട് ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. എല്ലാത്തിനൊടുവിൽ അവന്തിക പക വീട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോ തടയുന്നത് പോയിട്ട് എന്റെ കൺമുന്നിൽ പോലും കാണരുത് നിന്നെ. രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന തോന്നലിൽ എന്റെ മുന്നിലെങ്ങാനും വന്ന് നിന്നാ തലയും ഉടലും വെവ്വേറെ കിടക്കുന്നുണ്ടെ. അറിയാലോ നിനക്കെന്നെ? അറിയാം, നല്ല പോലെ അറിയാം. മുൻപ് നിങ്ങൾ പറഞ്ഞതൊക്കെ മഹാപാപങ്ങളായിരുന്നെങ്കിലും അതിൽ എന്നെയും നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു കണ്ണി ഉണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, വിനയചന്ദ്രൻ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും അച്ഛൻ. അന്നൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ എന്നെ കൊണ്ടാവാത്ത പലതുമായിരുന്നു. എങ്കിലും കൂടെ ഞാൻ നിന്നത് അതിലും എവിടേക്കോ ഒരു ശരി ഞാൻ കണ്ടതുകൊണ്ടാ. പക്ഷെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മില് ഒരു ബന്ധവും ഇല്ലാതായപ്പോഴാ ഞാൻ നിങ്ങളെ വെറുത്തതും നിങ്ങളിൽ നിന്ന് അകന്നതും. നേരത്തെ പറഞ്ഞില്ലേ, ഒരമ്മയുടെ വയറ്റിൽ കുരുത്ത കാര്യം. അതേ അമ്മയുടെ വയറ്റിൽ കുരുത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കരുതും പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം നിങ്ങളുടെ സങ്കല്പം മാത്രം. ഈ അനഘ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. എന്നെ ചതിച്ചതുപോലെ സ്നേഹ ചതിക്കപ്പെടില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാന്ന് വന്നാ ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. അതിലാദ്യത്തേത് അവന്തികയുടെ പരപുരുഷ ബന്ധത്തെക്കുറിച്ച് തന്നെയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.